സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ അവിഗ്ഡോർ ലിബസ്മാൻ ചാനൽ 12 നൽകിയ ഒരു അഭിമുഖത്തിൽ ഇറാൻ നിശ്ചയമായും അധികം താമസിയാതെ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. സ്തോഭജനകമായ ഈ വാർത്ത ഇന്റലിജൻസ് വൃത്തങ്ങളും ശരിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇന്റലിജൻസ് വൃത്തങ്ങളിലെ സീനിയറായിട്ട് ആളുകളോട് സംസാരിച്ചതെന്നും ഒക്കെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, ഇറാൻ എത്രയും വേഗം, അവരെ കൊണ്ട് സാധിക്കുന്ന അത്രയും വേഗം അവർ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ഒരു മെസ്സേജാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. കാരണം 12 ദിവസത്തെ യുദ്ധം ഇസ്രായേൽ ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ച വലിയ അപമാനം അവർക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലെ മത നേതൃത്വത്തിനും അവരെ പിന്താങ്ങുന്ന ബഹുജനത്തിനും അവർക്ക് അവിടെ വലിയ പോപ്പുലർ സപ്പോർട്ടുണ്ട്. ആ പോപ്പുലർ സപ്പോർട്ടും എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ തിരിച്ചടിക്കണം എന്ന ഒരേ ഒരു ചിന്തയിൽ ഏക മനസ്സായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന്റെ ഭാഗമായി അവർ ചൈനയിൽ നിന്ന് പുതിയ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ വാങ്ങുന്നുണ്ട്. അവർ ഒളിവിൽ വെച്ച മിസൈലുകൾ, അവർ കുറെ അധികം മിസൈലുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ 500 മിസൈലുകളാണ് അവരാകെ ഉപയോഗിച്ചുള്ളത്. അവരുടെ ഏകദേശം 3000-ഓളം മിസൈലുകളുടെ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് വെപ്പ്. എന്ന് പറഞ്ഞാൽ 2000-നും 2500-നും ഇടയിലുള്ള മിസൈലുകളുടെ ഒരു ശേഖരം ഇനിയും ഇറാന്റെ കയ്യിൽ ബാക്കിയുണ്ട്. ആ മിസൈലുകളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നതായും കൂടാതെ പുതിയ ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ് റെഡിയാക്കുന്നതായും ലോഞ്ചിങ് വെഹിക്കിൾസ് കിട്ടാവുന്നിടത്തുനിന്ന് പാകിസ്ഥാനിൽ നടക്കം അവർ സംഘടിപ്പിക്കുന്നതായും ഒക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ച് തങ്ങളുടെ അഭിമാനം രക്ഷിക്കണം എന്ന ഒരേ ഒരു ചിന്തയോടെ, ഒരേ ഒരു ലക്ഷ്യത്തോടെ അവർ പ്രവർത്തിക്കുന്നതായാണ് ഈ അവിഗ്ഡോർ ലിബസ്മാൻ എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇറാൻ ഈസ് ഒബ്സസ്ഡ് വിത്ത്, അങ്ങനെ ഒരു ഒബ്സഷനാണ്, ഇത് ചെയ്തേ പറ്റൂ എന്ന ഒരു ചിന്തയിൽ അവർ നിൽക്കുകയാണ്. കാരണം ഈ ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറയുന്നത് ഇസ്രായേൽ തുടങ്ങി ഇസ്രായേൽ ആക്രമിച്ച ഇസ്രായേൽ അവസാനിപ്പിച്ച ഒരു ആക്രമണമാണ്. എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഇന്റീരിയർ കാര്യത്തിൽ, അവരുടെ ആഭ്യന്തര കാര്യത്തിൽ യാതൊരു പരിഗണനയും നൽകാതെ അവരുടെ രാജ്യത്തിനകത്ത് കടന്നു കയറി അവർ തീരുമാനിച്ച സമയത്ത് അവർ ആക്രമിച്ചിട്ട് അവർ തിരിച്ചുപോയി. ഇറാനെ സംബന്ധിച്ച് അത് വലിയ അപമാനമായി നിൽക്കുന്നു. അവരുടെ മുൻപിലെ പരാജയം എന്നതിനേക്കാളേറെ ഇത് ഒരു പ്രത്യേകതര യുദ്ധമായിരുന്നു. ചില പ്രത്യേക ടാർഗറ്റുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇറാനകത്ത് കിടന്ന് ആക്രമണം നടത്തിയത്. അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ അവർ പൂർത്തീകരിച്ചു, അവർ തിരിച്ചുപോയി. സാധാരണ ഒരു യുദ്ധത്തിൽ നമ്മൾ പറയുന്നത് പോലെ ജയിച്ചോ തോറ്റോ അത്തരം വിഷയങ്ങളല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് എന്താണോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത്, ഇവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ തകർക്കുക, ഇവരുടെ മിസൈൽ ഡിഫൻസ് തകർക്കുക, ഇവരുടെ മിസൈൽ ഡിഫൻസിന്റെ പ്ലാറ്റ്ഫോമുകൾ, മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോംസ് തകർത്ത് കളയുക, മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ തകർത്ത് കളയുക, അങ്ങനത്തെ കുറെ അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളൊക്കെ അവർ തീർത്തതിന് ശേഷം അവർ തിരിച്ചുപോയി. എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങി, അവർ അവസാനിപ്പിച്ചു. ഇറാന് അതിനകത്ത് യാതൊരു റോളുമില്ല. കാര്യങ്ങൾ മുഴുവൻ നടന്നത് ഇറാന്റെ ഉള്ളിലാണ്. അപ്പൊ അത് ഏൽപ്പിച്ച ഒരു അപമാനം, ആ അപമാനത്തിന്റെ പേരിൽ ലോകത്തിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു രാജ്യം എന്ന നിലയിൽ തങ്ങളുടെ അഭിമാനം എങ്ങനെയെങ്കിലും വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനെ തിരിച്ചാക്രമിച്ചേ അടങ്ങൂ എന്ന ഒരു ചിന്ത ഇറാനില് വലിയ തോതിലുണ്ടെന്നും അതിനായിട്ടുള്ള മുഴുവൻ ശ്രമങ്ങളും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. അവർ പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഇറാന് ആദ്യം അടിക്കണം എന്നുള്ളതാണ് ഇറാന്റെ ചിന്ത. ഇത് ഇറാനെ ഇങ്ങോട്ട് ആക്രമിച്ച വിഷയമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഒരു യുദ്ധത്തിൽ ഇറാന് ആദ്യം അങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിക്കണം. കാരണം തങ്ങളുടെ അഭിമാനം തങ്ങൾക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു വല്ലാത്ത ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഒരു റെജീം ചേഞ്ച് സംഭവിക്കാത്തടത്തോളം കാലം ഇവരുടെ ഇസ്രായേലിന്റെ 12 ദിവസത്തെ യുദ്ധം കൊണ്ട് അവർക്ക് ഇറാനിലെ മത നേതൃത്വത്തെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഭരണത്തിൽ നിന്ന് മാറ്റാൻ കഴിയാത്തടത്തോളം കാലം അവരുടെ അടിസ്ഥാന ചിന്തയായിട്ടുള്ള ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഓൾ ജ്യൂസ്, മുഴുവൻ യൂതന്മാരെയും ഈ ഭൂമത്വം തുടച്ചു നിൽക്കുക, ഇസ്രായേലിനെയും അമേരിക്കയെയും തകർക്കുക എന്നുള്ള അവരെ 1979 അധികാരമേറ്റ സമയത്തുള്ള അവരുടെ ആ പ്രതിജ്ഞകൾക്കൊന്നിനും വ്യത്യാസം വരുന്നില്ല. അതിപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. 12 ദിവസത്തെ യുദ്ധം കൊണ്ട് ഇവർ തകർത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ന്യൂക്ലിയർ സെന്ററുകൾ, അത് ഫോർദോ, ഇസ്ഫഹാൻ, നഡാൻസ് എന്ന് പറയുന്ന ഈ 3 ന്യൂക്ലിയർ സെന്ററുകളിലാണ് ഇവർ യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് നടത്തിയിരുന്നത്. അതിൽ ഫോർദോ എന്ന് പറയുന്ന ന്യൂക്ലിയർ പ്ലാന്റിലാണ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക വർഷിച്ചത്. ആ ഒരു ഫർദോ എന്ന് പറയുന്നത് അതാണ് പ്രധാനപ്പെട്ട സെന്റർ. ഭൂമിയുടെ അടിയിൽ, പാറയുടെ അടിയിൽ
300 മീറ്ററിനടിയിൽ അവർ സൂക്ഷിച്ചിരുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററിന് കേടുപാടുകളല്ല, അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർത്തിടാൻ അമേരിക്ക സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ഇസ്ഫഹാനും നടാൻസും ആ 2 കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുന്നതിന് ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതായത് അത് വീണ്ടെടുത്ത് ഈ യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് എന്നുള്ള പ്രോസസ്സ് ഇവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അത് 1 കൊല്ലത്തേക്കോ അല്ലെ പരമാവധി 2 കൊല്ലത്തേക്കോ മാത്രമേ വൈകിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് 1-2 വർഷത്തിനുള്ളിൽ ആ പ്ലാന്റ് ഇപ്പോഴെങ്ങനെ പ്രവർത്തിച്ചിരുന്നോ ആ നിലയിലേക്ക് അതിനെ തിരിച്ചെത്തിക്കാൻ ഇറാന് സാധിക്കും എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ ഒരു കാൽക്കുലേഷൻ. ട്രംപ് പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാം ഞാൻ തുടച്ചു തീക്കുന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ രീതികൾ നമുക്കറിയാം. ഈ ഫോർത്ത് വേ എന്ന് പറയുന്ന പ്ലാന്റ് ബിയോണ്ട് റിപ്പയർ ആയിട്ട് അത് നശിച്ചു പോയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ 2 പ്ലാന്റുകൾ ഇസ്ഫഹാൻ ആൻഡ് നടാൻസ് എന്ന് പറയുന്ന ഈ 2 പ്ലാന്റുകളിൽ ഏൽപ്പിക്കാൻ പറ്റിയ നാശം ഒരു പരിപൂർണ നാശമല്ല, അതിന് കേടുപാടുകളാണ്, കാര്യമായ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. ബട്ട് ദാറ്റ് ക്യാൻ ബി റിപ്പയർഡ്. അപ്പൊ അങ്ങനെ വരുമ്പം എത്രയും വേഗം അവരത് റിപ്പയർ ചെയ്തെടുത്ത് ഒരു ആറ്റം ബോംബ് നിർമ്മിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക്, ഒരു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലേക്ക് അവർ വളരെ വേഗം നീങ്ങും എന്നാണ് എല്ലാ ഇന്റർനാഷണൽ ഏജൻസികളും വിചാരിക്കുന്നത്. കാരണം ഇസ്രായേലിനോട് പകരം തീർക്കാൻ കിട്ടുന്ന ഒരു അവസരവും നശിപ്പിക്കുകയില്ല എന്നുള്ള ഇറാന്റെ കഠിനമായ വാശി അതൊരു ന്യൂക്ലിയർ ബോംബ് നിർമ്മാണത്തിലേ അവസാനിക്കുള്ളൂ. അതിനിടയിലൂടെ 2 ആഴ്ച മുൻപ് ഒരു ഭൂമികുലുക്കം ഇറാനിൽ അനുഭവപ്പെട്ടിരുന്നു. അത് ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചതാണോ എന്നുള്ള സംശയങ്ങൾ പല ഭാഗത്തും ഉയർന്നു വരികയുണ്ടായി. പക്ഷെ അതിനെ സംബന്ധിച്ചൊന്നും യാതൊരു തരത്തിലുള്ള കൺഫർമേഷനും അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇന്നലെയും കാര്യമായ ഒരു ഭൂമികുലുക്കം ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അലയൊലികൾ കസാക്കിസ്ഥാൻ മുതലായ രാജ്യങ്ങളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതും നാച്ചുറൽ ആയിട്ടുള്ള ഭൂകമ്പമാണോ അതോ ഏതെങ്കിലും തരത്തിലെ ന്യൂക്ലിയർ ടെസ്റ്റുകളാണോ എന്ന് വളരെ സംശയത്തോടെ അമേരിക്കയും ഇസ്രായേലും വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഏത് നിമിഷവും ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടാകാം എന്നുള്ളതാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതാണ് വിചാരിക്കാൻ. കാരണം ഇസ്രായേലിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രിക്കും മറ്റ് ആളുകൾക്കും കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഇപ്പോൾ US-ലുണ്ട്. അദ്ദേഹം പെന്റഗണില് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പെറ്റെ ഹെക്സത്തുമായി പെന്റഗണില് മീറ്റ് ചെയ്യുകയാണ്. അവര് ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആവശ്യം ഇസ്രായേൽ ഒന്നും കൂടി ഒരു പ്രിയംപ്റ്റീവ് അറ്റാക്ക് ഇറാന്റെ മേലെ നടത്തണമെന്നുള്ളതാണ്. ഇസ്രായേൽ മുൻകൂട്ടി അങ്ങോട്ട് കയറി ആക്രമിക്കണം, ഇല്ലെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് ആക്രമിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പൊ പ്രതിപക്ഷം പോലും അത്തരത്തിൽ ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേലിലെ ജനത്തിന്റെ മൂഡ് എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുന്നു. മൊത്തം ജനവും ഈ പറയുന്ന ഇറാനെ ആക്രമിച്ച് ട്രിം ചെയ്ത് നിർത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് 2 അഭിപ്രായമില്ല. അല്ലെങ്കിൽ ഇറാനെ ആക്രമിച്ചതിനെ സംബന്ധിച്ച് അവർക്ക് 2 അഭിപ്രായമില്ല. ഇപ്പൊ കഴിഞ്ഞ ആക്രമണത്തിലാണ് 12 ഡേ വാറില് ഇറാൻ ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് 500 മിസൈലുകളാണ്. ആ 500 മിസൈലുകളും കൂടാതെ 1100 ഡ്രോണുകളും ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചു. അതിൽ 26 മിസൈലുകളാണ് ഇസ്രായേലിൽ കടന്നത്. അതായത് ഇസ്രായേലിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 90% പ്രൊട്ടക്ഷൻ ആണ്. ഈ 90% പ്രൊട്ടക്ഷൻ എക്സീഡ് ചെയ്തിട്ടുണ്ട്. 90% എന്ന് പറയുമ്പോൾ 50 മിസൈലുകൾ ഉള്ളിൽ കിടക്കാവുന്നതാണ്. ഡ്രോണുകൾ ഒന്നുപോലും ഉള്ളിൽ വന്നിട്ടില്ല. പക്ഷേ 26 മിസൈലുകൾ ഉള്ളിൽ വന്നു. ആ 26 മിസൈലുകൾക്ക് തന്നെ കാര്യമായ ഡാമേജുകൾ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അത് 29 ആളുകളെ കൊല്ലുകയും 3000 പേർക്ക് മുറിവേൽക്കുകയും ചെയ്യുന്ന അറ്റാക്കാണ് ഈ സംഭവിച്ചത്. കൂടാതെ ബിൽഡിങ്ങുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. അപ്പൊ ഈ പറയുന്ന 2500 മിസൈലുകൾ ഇവർ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഉള്ളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത എത്ര മിസൈലുകളാണ്? 100ഓളം മിസൈലുകൾ എന്തായാലും ഉള്ളിൽ കിടക്കും. അത് നടത്താൻ അതിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡാമേജ് എത്രയാണ്? ഇനി ഇവരെന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചുള്ള വെപ്പൺസ് പ്രയോഗിക്കുമോ? ഇത്തരം സംശയങ്ങളൊക്കെ ഇസ്രായേലിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിറിയയിലൊക്കെ ഇന്നലെ ഒക്കെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പം അവര് സുവേദാം റീജിയണിൽ മാത്രമല്ല അറ്റാക്ക് നടത്തുന്നത്. അവര് ഉള്ളിലേക്ക് കടന്ന്, സിറിയയുടെ ഉള്ളിലേക്ക് കടന്ന് അതിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന് റീസൺ ഏതെങ്കിലും തരത്തിലുള്ള ഹിസ്ബുള്ള ബിൽഡപ്പ് അവരുടെ സംശയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവര് അത്തരം ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇതിപ്പം ഇറാന്റെ മേലെയുള്ള ഇസ്രായേൽ ആക്രമണം എന്ന് പറയുന്നത് അവർ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ചെയ്ത ഒരു ആക്രമണമായതുകൊണ്ട് അത് പാമ്പിനെ തല്ലിയിട്ട് കൊല്ലാതെ വിട്ടത് പോലത്തെ ഒരു അവസ്ഥയായിപ്പോയി. കാരണം അതുകൊണ്ട് തന്നെ ഇവരെ ട്രിം ചെയ്ത് ഇവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നിന്ന് ബലമായി പിന്നോട്ട് മാറ്റാം എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇസ്രായേൽ ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കണം. ഇനി അമേരിക്കൻ ഇടപെടലിനെ സംബന്ധിച്ച് പെന്റഗൺ അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞത് ഒരു ദിവസത്തെ ഒരു അറ്റാക്കിനെ കുറിച്ചല്ല. അവർ പറഞ്ഞത് മാസങ്ങൾ നീളുന്ന, ഒരു പക്ഷേ പരമാവധി 3 മാസം വരെ നീളുന്ന ഒരു പ്രൊലോങ്ഡ് അറ്റാക്കിനെ കുറിച്ചാണ്
പെന്റഗൺ പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ മുഴുവൻ പല്ലുകളും പറിച്ചെടുത്ത് ഒരു തരത്തിലും പൊന്താത്ത രീതിയിലുള്ള ഒരു യുദ്ധ പര്യവസാനം കൊണ്ടുവരികയും ഇറാൻ റെജിമിനെ കീഴടക്കുകയും ചെയ്യാമായിരുന്നു. ഇവിടെ കീഴടങ്ങൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇവരെ വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു കാര്യം ഇസ്രായേൽ പ്രപ്പോസ് ചെയ്തു. പിന്നെ ഒമാന്റെയോ പിന്നെ ഖത്തറിന്റെയോ ഒക്കെ ഇന്റർമീഡിയറിൽ ഇറാൻ അത് സമ്മതിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരിക്കലും യുദ്ധവിരാമമല്ല, യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ഇത് രണ്ട് ഭാഗത്തു നിന്നും സംഭവിക്കാം. അപ്പൊ അത് ഒരു കീഴടങ്ങൽ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാതെ ഈ യുദ്ധം നിർത്തിയത് കൊണ്ട് ശത്രുവിന്റെ പല്ല് കൊഴിഞ്ഞു പോയിട്ടില്ല, ശത്രുവിന് പല്ലവിടെ ബാക്കിയുണ്ട്. അപ്പം അവൻ തിരിച്ചു കടിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു കടിക്കും എന്നുള്ള ഏകദേശം ഒരു ഉറപ്പാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പ്രൊലോങ്ഡ് വാറിന് താല്പര്യമില്ല. 2-3 വിഷയങ്ങളാണ്. ഒന്ന്, അത് അമേരിക്കയുടെ തന്നെ ആൾനാശത്തിന് ഇടയാക്കും. 2, വസ്തുനഷ്ടത്തിന് ഇടയാക്കും. അദ്ദേഹത്തിന്റെ സമാധാനത്തിന് നോബൽ പ്രൈസ് മിക്കവാറും പറഞ്ഞു പോകും. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തൽക്കാലം ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം നിർത്തിക്കാൻ അദ്ദേഹത്തിന് ഇസ്രായേലിന് മേലെ പറയാൻ ഒരു കാരണം കിട്ടണം. അങ്ങനെ ഒരു കാരണം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഇസ്രായേലിന്റെ കൂടെ കൂടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള, ഇസ്രായേലിന്റെ കയ്യിൽ ഇല്ലാത്ത ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഫർദോ ന്യൂക്ലിയർ പ്ലാന്റ് അദ്ദേഹം തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവരുടെ ന്യൂക്ലിയർ ഡിറ്ററൻസ് മുഴുവൻ ഞാൻ ഇല്ലാതാക്കി, ഒബ്ലിറേറ്റ് ചെയ്തു എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ കൊണ്ട് അദ്ദേഹം ഫോഴ്സ്ഫുൾ ആയിട്ട് യുദ്ധം നിർത്തിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇസ്രായേലിനെ കൊണ്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് യുദ്ധം നിർത്തിക്കാൻ വേണ്ടി, ഒരു സേ കിട്ടാൻ വേണ്ടി അദ്ദേഹം പങ്കെടുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി 120 വിമാനങ്ങളുടെ ഒരു സഞ്ചയത്തെ അയച്ച് അദ്ദേഹം ഇറാനെ ആക്രമിച്ച്, ഇതാ ഞങ്ങൾ കൂടി ചെയ്തിരിക്കുന്നു, ഇനി നിങ്ങൾ തൽക്കാലം നിർത്തു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിക്കുകയാണ് ചെയ്തത്. അത് ഒരു ശരിയായ വാർ സ്ട്രാറ്റജി അല്ല എന്നാണ് പെന്റഗണിന്റെ അഭിപ്രായം. പെന്റഗൺ എന്ന് പറയുന്നത് അവരുടെ പ്രതിരോധ കാര്യാലയത്തിന്റെ തലസ്ഥാനമാണ്. അത് ആക്രമിച്ച നിലയ്ക്ക് ഇറാനെ തീർത്തിട്ടേ അത് അവസാനിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ് പെന്റഗണിൽ നിന്നും ശരിക്കുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ പെന്റഗണിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയും മീറ്റ് ചെയ്യുകയാണ്. കാരണം അവര് നിശ്ചയമായും ഇറാന്റെ ഭാഗത്തിന് ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. ഇസ്രായേൽ അതിനിടയിലൂടെ ന്യൂയസ്റ്റ് ജനറേഷൻ ആരോ മിസൈലുകൾ മിനിഞ്ഞാന്ന് ഇസ്രായേൽ എത്തിച്ചതായിട്ട് വിവരമുണ്ട്. അവരുടെ അയൺ ഡോം അവർ റീഎൻഫോഴ്സ് ചെയ്യാണ് തിരക്കിട്ട്, കൂടാതെ താഡ് സിസ്റ്റങ്ങളൊക്കെ റീഎൻഫോഴ്സ് ചെയ്യാണ്, മുഴുവൻ റീചാർജ് ചെയ്ത് റെഡിയാക്കി നിർത്തുകയാണ്. കാരണം അവർ ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ആരോ സിസ്റ്റങ്ങളിൽ റിസർച്ച് അവസാനത്തെ സ്റ്റേജിലുള്ള ന്യൂയസ്റ്റ് ജനറേഷൻ ആരോ മിസൈലുകളും ഇസ്രായേൽ എത്തിയതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നതായി അനൌദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് ആരും ഇറാന് ആയുധങ്ങൾ കൊടുക്കില്ല, കാരണം അമേരിക്ക അവിടെ നിൽക്കുന്നുണ്ട്, അമേരിക്കയെ പിണക്കാൻ ആരും ഇഷ്ടപ്പെടുകയില്ല. പക്ഷേ ചൈന പോലത്തെ ഒരു രാജ്യത്ത് നിന്ന് അവരെ നിശ്ചയമായിട്ടും അവർക്ക് മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാരണം ചൈന എപ്പോഴും ബ്ലാക്ക് മാർക്കറ്റിൽ ഇടപെടുന്ന ഒരു രാജ്യമാണ്, അണ്ടർഗ്രൗണ്ട് സെയിലിന് കുപ്രശസ്തമായ രാജ്യമാണ്. ഇനി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഇപ്പം ഇറാനെ സംബന്ധിച്ച് അവർ ഹോർമോസ് കടലെടുക്കുക, മൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചാലും ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചാലും ഹോർമോസ് കടലെടുക്ക് മൈൻ ചെയ്യും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച തന്നെ അതിനുള്ള റെഡിനെസ് ഒക്കെ, അതിനുള്ള വാർഷിപ്പുകളൊക്കെ ഇറാൻ അവിടെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, മൈനുകളൊക്കെ ആയിട്ട്. അപ്പം ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങുകയോ ചെയ്താൽ ആ മൊമെന്റിൽ അവർ ഹോർമസ് കടലിടുക്ക് കംപ്ലീറ്റ് മൈൻ ചെയ്യും. അതോടെ അവിടെ നിന്നുള്ള പെട്രോളിയം സാധനങ്ങളുടെ മൂവ്മെന്റ് നിൽക്കും. അതിന് പകരമായിട്ട് സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഈ കടലിടുക്കിലൂടെ അല്ലാതെ ഓയില് എക്സ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങുന്നു എന്നും വാർത്തകളുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു യുദ്ധം വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു യുദ്ധം വരികയാണെങ്കിൽ നിശ്ചയമായും ഇപ്പോൾ കണ്ടതുപോലത്തെ ഒരു യുദ്ധമായിരിക്കരുത്. ഇപ്പോൾ കണ്ട യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേൽ അവിടെ ചെല്ലുന്നു, 2 ദിവസം കൊണ്ട് അവർ അവിടെ എയർ സുപ്രീമസി നേടുന്നു, അവര് ഇറാന്റെ എയറിൽ നിൽക്കുന്നു. ഇറാന്റെ എയറിൽ നിന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ടാർഗറ്റുകൾ മുഴുവൻ അവർ മിസൈൽ ചെയ്ത് തകർത്ത് കളയുന്നു. അതിനിടയിലൂടെ ഇറാൻ ഇവിടേക്ക് മിസൈലുകൾ അയക്കുന്നു. പക്ഷെ ഇറാൻ അയച്ചതുപോലത്തെ മിസൈൽ അയക്കൽ ഇസ്രായേൽ തിരിച്ചു ചെയ്തിട്ടില്ല. ഇസ്രായേൽ ടാർഗറ്റ്സ് മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ. കൃത്യമായ ടാർഗറ്റ്, അതും ഡിഫൻസ് ടാർഗറ്റുകൾ, പ്രതിരോധ ടാർഗറ്റുകൾ മാത്രമാണ് ആക്രമിച്ചത്. സിവിലിയൻ ടാർഗറ്റുകൾ ഒന്നും ആക്രമിച്ചിട്ടില്ല. ഇറാനെ സംബന്ധിച്ചുള്ള ആക്രമണം കണ്ണും പൂട്ടിയുള്ള ആക്രമണമാണ്. അവര് പ്രധാനമായിട്ടും ജെറുസലേമിൽ വീഴരുത് മിസൈൽ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ അവർ മിസൈലുകൾ അയച്ചുകൊണ്ട് ഈ മിസൈൽ കൂടുതലായി വീണത് നെഗവ് റീജിയനിലാണ്. നെഗവ് റീജിയൻ എന്ന് പറയുന്നത് അറബ് വംശജർ താമസിക്കുന്ന റീജിയനാണ്. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. അത് ആർക്കാണെങ്കിലും ശരി, ഇസ്രായേലിനകത്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കണ്ണും പൊട്ടിയുള്ള മിസൈൽ അയക്കല് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നോ അമേരിക്കയുടെ ഭാഗത്തുനിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല. അവര് ആക്രമിക്കണമെന്ന് വിചാരിച്ച കൃത്യമായ പോയിന്റിൽ കഴിയുന്നത്ര സിവിലിയൻ കാഷ്വാലിറ്റി ഒഴിവാക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. നേരെ മറിച്ച്
ഇനി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ, ഇറാൻ തിരിച്ച് ഒരു വാർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും അത് ഇറാന്റെ സർവ്വനാശത്തിലേ അവസാനിക്കുകയുള്ളൂ. കാരണം തിരിച്ചടി എന്ന് പറയുന്നത് വളരെ ഭീകരമായിരിക്കും. കാരണം അമേരിക്കയുടെ ഖത്തറിലുള്ള സെന്റർ വരെ ഇറാൻ കഴിഞ്ഞ തവണ ആക്രമിച്ചിട്ടുണ്ട്. അപ്പം ഇറാന്റെ ഭാഗത്ത് എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു സൂചനയുണ്ട്. അവർ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കും. ഫസ്റ്റ് ഡേയിൽ ഇസ്രായേലിനെ ആക്രമിച്ചാൽ തുടർന്ന് അവർ അവിടുത്തെ അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള അമേരിക്കൻ ബേസസോ ഒരുപക്ഷെ അറബ് രാജ്യങ്ങളുടെ തന്നെ അസറ്റ്സിനെ അവർ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലേക്ക് അവർ തിരിയുന്നതിന് മുൻപ് തന്നെ അവരെ പത്തി പൊക്കാത്ത രീതിയിലുള്ള ഒരു അടിയാണ് ഇനി വരിക. സർവത്ര ബോംബിംഗ് ആയിരിക്കും. രാജ്യം നിറച്ച് ബോംബ് ചെയ്ത് കളയും. ഇപ്പോഴും അവരുടെ പല റീഫൈനറികളും ഒക്കെ കത്തുന്നുണ്ട്. അത് അവിടെ തന്നെയുള്ള റെജിമിനെതിരായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതായിട്ടാണ് അറിയപ്പെടുന്നത്. ആരാണ് ചെയ്തതെന്ന് ഇതുവരെ കിട്ടുന്നില്ല. ഓരോ ദിവസവും അവരുടെ ഓയിൽ റീഫൈനറികളോ അല്ലെങ്കിൽ എണ്ണക്കിണറുകൾക്കോ ഒക്കെ തീ പിടിക്കുന്നുണ്ട്. അതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. ഇത് ഒരു ഇറാൻ ഇങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിശ്ചയമായും ഒരു ഓൾ ഔട്ട് വാറിലേക്ക് അത് നീങ്ങുകയും അമേരിക്കയും ഇസ്രായേലും അവരുടെ സർവ്വശക്തിയും എടുത്ത് ഇറാന്റെ സർവ്വഭാഗങ്ങളിലും സിവിലിയൻ, മിലിറ്ററി എന്നൊക്കെ ലക്ഷ്യങ്ങൾ വേർതിരിക്കാതെ ഒരു പരിപൂർണമായ ആക്രമണത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതൊരു ഓൾ ഔട്ട്, ഇപ്പോൾ വെടിനിർത്തലാണെങ്കിലും ഇതൊരു ഓൾ ഔട്ട് വാറിലേക്ക് നീങ്ങാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ അവിഗ്ഡോർ ലിബർമാന്റെ ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.